ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈസി റെസിപ്പി മാത്രമല്ല, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ക്യാരറ്റ് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് കടുകിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം കരിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടൊന്നും വാടിക്കിട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത് ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും. കഷ്ണങ്ങളുടെ വേവൊക്കെ നമ്മൾ അരിഞ്ഞു കൊടുക്കുന്ന ആ ഒരു വലിപ്പത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അവസാനം കുറച്ച് കരിവേപ്പിലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി റെഡിയായി കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.